പുതുക്കിയ കീം റാങ്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള പ്രവേശന നടപടികളിൽ ഇടപെടാതെ സുപ്രീം കോടതി. മറുപടി സത്യവാങ്മൂലം നൽകാൻ നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാരിന് കോടതി നോട്ടീസ് അയച്ചു. അപ്പീൽ നൽകാനില്ല എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ച് സർക്കാർ അടുത്ത വർഷം മുതൽ പ്രവേശനം നടത്തട്ടെ എന്നാണ് CBSE നിലപാട്. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. നമ്മൾ പറഞ്ഞ പോയിന്റ്, ലീഗൽ പോയിന്റ് കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി അത് പരിഗണിക്കേണ്ടതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ സ്റ്റേറ്റ് ബോർഡിലെ കുട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അനീതി, ഈ പുതിയ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സ് സ്റ്റേറ്റ് ബോർഡിലെ വിദ്യാർത്ഥികളോട് കാണിക്കുന്ന വിവേചനമാണെന്നുള്ള കാര്യത്തിൽ കോടതി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതുപോലെ പ്രോസ്പെക്ടസ് അമെൻഡ് ചെയ്യാനുള്ള സർക്കാർ അധികാരത്തിലും കോടതി എതിരല്ല. പക്ഷേ ഈ സമയമാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലെ ആശങ്ക. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവസാന നിമിഷത്തിൽ ഇപ്പോൾ നില നടന്നുകൊണ്ടിരിക്കുന്ന അഡ്മിഷൻ പ്രോസസ്സ് നിർത്തിവെക്കാനോ അതിലെന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാക്കാനോ കോടതി ആഗ്രഹിക്കുന്നില്ല എന്നാണെന്ന് പറഞ്ഞത്. ആ ഒരു സാഹചര്യത്തിൽ കോടതി ഇപ്പോൾ ഇടപെടുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതി നമ്മുടെ അപ്പീൽ ഫയലിൽ സ്വീകരിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അച്യുതൻ, തൽസ്ഥിതി തുടരാം, അതിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകില്ല എന്ന് വേണം ഇന്നത്തെ നിരീക്ഷണങ്ങളിൽ നിന്നും കോടതി നടപടികളിൽ നിന്നും കരുതാൻ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് പിന്നാലെ പുനഃക്രമീകരിച്ച മാർക്ക് ലിസ്റ്റ് പ്രകാരമുള്ള പ്രവേശന നടപടികളിൽ ഇടപെടാതെയാണ് ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് നിലവിൽ കേരള സിലബസ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിൽ ഒരു അടിയന്തര ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അവിടെ സുപ്രീം കോടതി ആശങ്കയായി അറിയിക്കുന്നത് ഈ സാഹചര്യത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അത് പ്രവേശന നടപടികളെ ബാധിച്ചേക്കും, അത് വിദ്യാർത്ഥികളെയും ബാധിക്കും എന്നൊരു നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് സുപ്രീം കോടതി അടിയന്തര ഇടപെടലിനോ ഇതിനൊരു ഇടക്കാല ആശ്വാസം നൽകുന്ന ഒരു ഉത്തരവിലേക്കോ കടക്കാത്തത്. മറിച്ച് സുപ്രീം കോടതി ഇക്കാര്യത്തിൽ വിശദമായ ഒരു മറുപടി സംസ്ഥാനത്തോട് തേടിയിട്ടുണ്ട് എന്നതാണ്. ഒപ്പം തന്നെ CBSE ഇന്ന് വാദത്തിൽ അവർ സ്വീകരിച്ചൊരു നിലപാടെന്നുള്ളത് പുതിയ പ്രോസ്പെക്ടസ് പ്രകാരമുള്ള കാര്യങ്ങൾ അത് സർക്കാർ അടുത്ത വർഷത്തേക്ക് അത് ഉപയോഗിക്കട്ടെ, അല്ലെങ്കിൽ അടുത്ത വർഷം നടപ്പിലാക്കട്ടെ എന്നൊരു നിലപാടാണ് CBSEയും സ്വീകരിച്ചത്. നിലവിൽ പ്രവേശന നടപടികളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനമെടുത്താൽ അത് വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിച്ചേക്കും. സംസ്ഥാനം അപ്പീൽ നൽകാത്തതിൽ ഉള്ള കാരണം കൂടി അക്കാര്യമാണ് വ്യക്തമാക്കിയത്. അതായത് അപ്പീൽ നൽകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വർഷത്തെ പ്രവേശന നടപടികൾ അത്തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് സർക്കാർ ഇക്കാര്യത്തിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാന വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പീൽ ഫയൽ ചെയ്യാത്തത് എന്നാണ് ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കേരള സിലബസ് വിദ്യാർത്ഥികൾ ആവർത്തിച്ചത് അവർ കാലാകാലങ്ങളായി ഈ അവഗണന നേരിട്ട് വരുന്നു. ഇത്തവണ അതിലൊരു മാറ്റമുണ്ടായെങ്കിലും അതൊടുവിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ മൂലം വീണ്ടും പുനഃക്രമീകരിച്ച മാർക്ക് ലിസ്റ്റ് ഇറങ്ങുകയും പല റാങ്കിൽ മുൻപന്തിയിലുണ്ടായിരുന്നവർ പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇത് വിവേചനമാണ് എന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ വീണ്ടും ആരോപിച്ചത്. പക്ഷേ സുപ്രീം കോടതിയുടെ നിരീക്ഷണം നിലവിൽ ഇടപെട്ടു കഴിഞ്ഞാൽ അത് പ്രവേശന നടപടിയെ ബാധിച്ചേക്കും എന്നൊരു ആശങ്ക അറിയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ഹർജിക്കാർ വീണ്ടും ബാധിച്ചത് നിലവിലൊരു അടിയന്തര ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സാവകാശം മുൻപിലുണ്ട്. പുതുക്കിയ അല്ലെങ്കിൽ പഴയ റാങ്ക് ലിസ്റ്റ് വീണ്ടും പ്രസിദ്ധീകരിക്കാൻ കഴിയും, പ്രവേശന നടപടിയെ ബാധിക്കാത്ത തരത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്നായിരുന്നു. പക്ഷേ സുപ്രീം കോടതി അത് മുഖവിലേക്ക് എടുക്കാതെ നിലവിലെ പ്രവേശന നടപടികളിൽ ഇടപെടാതെയുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. 4 ആഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി ഈ വിഷയം വീണ്ടും പരിഗണിക്കുന്നതാണ്. വിജയകുമാർ, 4 ആഴ്ച എന്ന് പറയുമ്പോൾ ഏതാണ്ട് അതിന്റെ പ്രവേശന നടപടികളൊക്കെ പൂർത്തിയാകും. ആ ഘട്ടമാകുമ്പോഴേക്കും അത് ഈ ഘട്ടത്തിൽ ഈ വർഷം അതിലൊരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന സൂചനയാണ് അതൊക്കെ നൽകുന്നത്. പുതിയ പ്രോസ്പെക്ടസ് അനുസരിച്ച് സർക്കാർ അടുത്ത വർഷം മുതൽ പ്രവേശനം നടത്തട്ടെ എന്ന് CBSE ഒരു നിലപാടെന്ന് കോടതിയിൽ എടുക്കുകയും ചെയ്തു. അപ്പീൽ നൽകാനില്ല എന്ന് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് കൂടുതൽ പറയാനുള്ളത് എന്ന് കേരളം രേഖാമൂലം ഒരു സത്യവാങ്മൂല രൂപത്തിൽ അറിയിക്കാനാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയത്. നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.